എനിക്കിവിടെ സുഖ. അച്ഛൻ രൂപ കൊടുക്കരുതട്ടോ, ഞാനിനി വരുന്നില്ല. എനിക്കിനി സ്കൂളിൽ പോവണ്ടല്ലോ. നീ പോകുന്നില്ലേ? എങ്ങനെ ഇവിടെ കൂടിക്കോ. ഞങ്ങൾക്കൊരു കൂട്ടായി. പക്ഷേ ഞങ്ങൾ വരുമ്പോഴേക്കും അരിയിട്ട് ചോറ് വെച്ചേക്കണം. ആ, നിനക്ക് ഗ്യാസ് ഓണാക്കാൻ അറിയാവോ? അറിയില്ല. ദേ, ഇങ്ങനെ ഞെക്കി പിടിച്ച് തള്ളി തിരിച്ച് ദേ ഇതെടുത്ത് ഇതിനിട്ടൊരു ഞെക്ക്. ഇപ്പൊ സ്റ്റൗ കത്തി. എന്നിട്ട് ഒരു കലത്തിൽ വെള്ളമൊഴിച്ച് അടുപ്പത്ത് വയ്ക്കണം. കുറച്ച് കഴിയുമ്പോൾ ഇതുപോലെ വെള്ളം തിളയ്ക്കും. അപ്പോൾ ഈ അരി കഴുകി വെള്ളത്തിലിടണം. കുറച്ച് കഴിയുമ്പോൾ അരി വേകും. കണ്ടോ കഞ്ഞി വെച്ചത്? എന്നും ഇതുപോലെ കാണിച്ചു തരണോട്ടോ. ആ, കാണിച്ചു തരാം. ബോസ്, പറഞ്ഞു നിൽക്കാൻ നേരമില്ല, പോകാം. നിങ്ങൾ എങ്ങോട്ടാ? കക്കാൻ. എന്നാലേ മനക്കേലെ മൂദേവിയുടെ മാവിന്ന് കൊറേ മാങ്ങയും കൂടി കട്ടുകൊണ്ട് വരണം. ഹെടി, നമ്മുടെ ഉണ്ണിക്കുട്ടൻ പോയതിൽ പിന്നെ ഒരു സമാധാനമുണ്ട്. ഏതായാലും അവൻ കോനായിയുടെ അടുത്തുണ്ടല്ലോ, സമാധാനായി. മകനെ കാണാതെ പോയിട്ട് നിങ്ങളെന്താ പരാതി എഴുതി തരായിരുന്നത്? എനിക്കൊരു പരാതിയും ഇല്ല സാറേ. നിങ്ങൾ വെറുതെ മെനക്കെടണ്ട. ഒരു പ്രൊമോഷൻ കിട്ടുമെന്ന് ഓർത്തിട്ട് അത് നടക്കുന്ന ലക്ഷണമില്ല. അയ്യോ, പിടിക്കവനെ. നടക്കട ഇങ്ങോട്ട്. തുറക്കാൻ പറ്റൂല. കള്ളന്മാരകത്ത് വരാതിരിക്കാൻ ഞാൻ പുറത്തുനിന്ന് പൂട്ടിയിട്ടിരിക്കുക. അതിന് ഞങ്ങളെക്കാളും വലിയ കള്ളന്മാര് എവിടെയാടാ ഉള്ളത്? അയ്യോ, എന്റെ അമ്മോ, എന്റെ കാല്. ആരാടാ ഈ പലക മൊത്തം ആണി അടിച്ച് ഇവിടെ വെച്ചത്? ഞാനാ. കള്ളന്മാരാരിലും അകത്ത് കയറുമ്പോ കാലിൽ ആണി കൊണ്ട് കയറില്ലേ, അപ്പൊ ഓടി രക്ഷപ്പെടില്ലല്ലോ, അതിനാ. എന്റെ തല. ഹലോ, ഉണ്ണിക്കുട്ടന്റെ അച്ഛനല്ലേ? 1,00,000 രൂപ തന്നാൽ ഉണ്ണിക്കുട്ടനെ ഇപ്പൊ തന്നെ ഞങ്ങളുടെ ചെലവിൽ അവിടെ കൊണ്ട് വിട്ടുതരാം. ഒരു ചില്ലി കാശ് തരില്ല. അവൻ അവിടെ നിന്നോട്ടെ. ഇപ്പൊ ഒരു സമാധാനമുണ്ട്. എടാ, നീ ഇതിനകത്ത് കിടന്നു, ഞങ്ങൾ ആശുപത്രി പോയിട്ട് വരാം. ഇവരെ നമുക്ക് അകത്തിട്ട് പൂട്ടാം. വിശന്നിട്ട് വയ്യ, എന്തെങ്കിലും ഉണ്ടാക്കി തിന്നാം. നാശം, ഗ്യാസ് തീർന്നു, വിറകും ഇല്ലല്ലോ. പേപ്പർ കത്തിച്ച് കഞ്ഞി വെച്ചാലോ? ഹായ്, ഇഷ്ടം പോലെ പേപ്പർ. നീ കഞ്ഞി വെച്ചോ? വെച്ചു. അതിനിവിടെ വിറകും ഗ്യാസും ഒന്നും ഇല്ലായിരുന്നല്ലോ. ഒരു ചാക്കിലുണ്ടായിരുന്ന കടലാസ് കത്തിച്ചാ ഞാൻ കഞ്ഞി വെച്ചത്. ഈശ്വരാ, ബാങ്ക് കൊള്ളയടിച്ചു കൊണ്ടുവന്ന 1000-ന്റെയും 500-ന്റെ ഒക്കെ നോട്ട് കെട്ടുകളായിരുന്നു അത്. ബോസ്, ഇവനെവിടെ നിർത്തിയ കുഴപ്പമാകും. ശരിയാ. ഹലോ, ഉണ്ണിക്കുട്ടന്റെ അച്ഛനല്ലേ? ഞാൻ കോനായിയാണ്. ഒരു 25,000 രൂപ തന്നാൽ നിങ്ങളുടെ മകനെ വിട്ടുതരാം. ഒരു ചില്ലി കാശും തരില്ല. ഞങ്ങള് പറഞ്ഞിട്ടല്ലോ നിങ്ങൾ തട്ടിക്കൊണ്ടുപോയത്. ഇനി ഇതും പറഞ്ഞ് മേലാൽ ഇങ്ങോട്ട് വിളിക്കരുത്. ഞങ്ങളെ സമാധാനത്തോടെ ജീവിക്കാൻ നീ ഒന്നും അനുവദിക്കില്ലടാ. വെക്കടാ ഫോൺ. അവിടെ കിടന്നൊരു തോക്ക് കിട്ടി. തോക്ക് താഴെടാ. നിറ്റൊരു തോക്കുണ്ടായിരുന്നു. അതിന്റെ കാഞ്ചു വലിച്ചാ
വെടി പൊട്ടൂല. ഇതിന്റെ കാഞ്ചി വിളിച്ചാ പൊട്ടോ നോക്കട്ടെ. കാഞ്ചി വലിക്കരുത്, പൊട്ടും. അയ്യോ എന്റെ തല. ഇവനെ ഇവന്റെ വീട്ടിൽ കൊണ്ടുപോയി വിടാം. 5 പൈസ വേണമെന്നില്ല. ജബ്ബു, വണ്ടിയെടുക്ക്. ബോസ്, വണ്ടി മുന്നോട്ട് പോകുന്നില്ല. എഞ്ചിൻ എന്തോ കുഴപ്പമുണ്ട്. ആ, എന്നാ വേഗം ഇറങ്ങി നോക്കടാ എന്താ കുഴപ്പമെന്ന്. അത് ശരിയാക്കാൻ നോക്ക്. ഹായ്, എന്ത് രസം. ഈ കല്ല് താഴത്തേക്ക് തള്ളിയിടാം. അയ്യോ എന്താ ഇത്? ആ നാശം പിടിച്ച ചെറുക്കൻ. അയ്യോ എന്റെ വണ്ടിയെല്ലാം നശിപ്പിച്ചല്ലോടാ. പിടിയടാ അവനെ. നിൽക്കടാ അവിടെ. നിന്നോടാ പറഞ്ഞ അവിടെ നിൽക്കാൻ. അയ്യോ അയ്യോ നിക്കടാ അവിടെ. നിന്നോടാ പറഞ്ഞ അവിടെ നിൽക്കാൻ. നിന്നെ പിടിക്കാൻ പറ്റുമോന്ന് ഞാനൊന്ന് നോക്കട്ടെ. വാടാ, എടാ, നിന്നെ വീട്ടിൽ കൊണ്ടാക്കാവടാ. നിച്ച് വീട്ടിൽ പോവണ്ട. ഉണ്ണിക്കുട്ടിനെ കൊണ്ടുവരുന്നു. ദാണ്ട് നിങ്ങളുടെ മകൻ. ഞങ്ങള് പോകുക. ഞങ്ങൾക്ക് ആരുടെയും പൈസ വേണ്ട. എന്നെ വിട്ടിട്ട് പോവരുത്. എന്നെയും കൂടി കൊണ്ടുപോ. ഞങ്ങൾ ഇവനെ പിടിച്ചോളാം. നിങ്ങൾ ഓടി രക്ഷപ്പെട്ടോ. ദൈവത്തെ ഓർത്ത് അവനെ വിട്ടേക്കരുത്. നിക്കടാ. വീണ്.